See that glow. അയ്യോ ഒന്നും പറയാനില്ല. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. അപ്പോൾ നമ്മൾ കുറേ നാളായി ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ച് നല്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊരു റിവ്യൂ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത ഒരു ഫൗണ്ടേഷൻ്റെ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഓൾറെഡി ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പം എനിക്ക് കുറേ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരാറുണ്ട്, പ്രോഡക്റ്റ് റിവ്യൂസ് മാത്രമായിട്ടുള്ള വീഡിയോസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കെ ബ്യൂട്ടി ആണ്. കെ ബ്യൂട്ടി ബൈ കത്രീന കൈഫ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒരു കൊറിയൻ ബ്രാൻഡൊന്നും അല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ബ്രാൻഡാണ്, ഓൺഡ് ബൈ എ സെലിബ്രിറ്റി, അതായത് നമ്മുടെ കത്രീന കൈഫ്. നൈക്കയായിട്ട് പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയ 2019 തുടങ്ങിയ ഒരു ബ്രാൻഡാണ് കെ ബൈ കത്രീന എന്ന് പറയുന്നത്. ഫുള്ളി മാനുഫാക്ചേർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് മുന്നേ കെ ബ്യൂട്ടി എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ ഒരു പ്രൊഫഷണൽ ബ്രാൻഡായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ലതാണ് കേട്ടോ. അതിൻ്റെ ലാസ്റ്റിംഗ് പവർ ആയാലും അതിൻ്റെ ടെക്സ്ചർ, അതെങ്ങനെയാണ് അതിൻ്റെ ഫിനിഷ്, കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ രീതിയിൽ മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ് കെ ബ്യൂട്ടി എന്ന് പറയുന്നത്. കുറേ നല്ല സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. ഇപ്പം ഐ ഷാഡോ സ്റ്റിക്ക് ആയാലും, അതിൻ്റെ ലിപ്സ്റ്റിക്സ് ആയാലും, ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ ആയാലും, അതുപോലെ ഒരുപാട് പ്രോഡക്റ്റ് ഈ ഒരു ബ്രാൻഡിൻ്റെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഈ ഒരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഒരുപാട് പ്രോഡക്റ്റ്സ് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമേ കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ parvati_makeup എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ, കെ ബ്യൂട്ടി ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ എൻറിച്ച്ഡ് വിത്ത് അവക്കാഡോ ആൻഡ് മാംഗോ ബട്ടർ. ഭയങ്കര നല്ല ക്ലാസി ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. പാക്കേജിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ സമ്മതിച്ചു കൊടുക്കണം, ഈ ഒരു ബ്രാൻഡ് അടിപൊളിയാണ്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ അകത്ത്, ഇത് ഔട്ടർ പാക്കേജിംഗ് ആണ്, അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് സ്പഞ്ചും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം ഇത് പൊട്ടിപ്പോകുന്ന സാധനമാണ്, ഇത് ഗ്ലാസ് ആണ്. ഓക്കെ, സൗണ്ട് ഏൽപ്പിച്ചിട്ട് ഗ്ലാസ് കണ്ടോ, ഗ്ലാസ്. ഒരു വൈറ്റ് ക്യാപ്പ് വരുന്നുണ്ട്, അകത്ത് പമ്പാണ്. അപ്പം പമ്പ് ഉള്ള ഫൗണ്ടേഷൻസിനെല്ലാം നമുക്ക് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. പക്ഷേ ചില ബ്രാൻഡ്സിൻ്റെയൊക്കെ പമ്പ് എടുക്കുമ്പോൾ ഭയങ്കര പെട്ടെന്ന് അങ്ങ് ചീത്തായി പോകുന്ന പമ്പാണ്. പക്ഷെ ഞാൻ 2 പ്രാവശ്യം വാങ്ങിച്ചപ്പോഴും അതിൻ്റെ പമ്പിനൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. എടുക്കാനാണെങ്കിലും ഒക്കെ ഭയങ്കര ഈസിയാണ്, അധികം വേസ്റ്റേജ് ഉണ്ടാവില്ല. അതാണ് ഇങ്ങനത്തെ പാക്കേജിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. കണ്ടാമിനേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ തുറന്നൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറേ വേസ്റ്റ് ആവും, പിന്നെ നമ്മളത് തൊടും, പുറത്തുനിന്നൊക്കെ ഉള്ള ഈ ഒരു കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ചീത്തായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പാക്കേജിൻ്റെ കാര്യത്തിൽ സൂപ്പറാണ് സാധനം. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇത് 30 grams ഓഫ് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ വില വരുന്നത് 1299. ഇത് ഇറങ്ങിയ സമയത്ത് 1200 ആയിരുന്നു. ഇതിപ്പോൾ കൂടി 1299 റുപ്പീസായി നമുക്കൊരു 30 gram വരെ ഈ ഒരു കുപ്പിയിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫോർമുലയും ഇതിൻ്റെ ടെക്സ്ചറും ഫിനിഷിങ്ങും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഡെമോയിൽ നോക്കാം. ഞാനിപ്പം മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ഞാൻ ഡെമോ കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ആ ഫിനിഷ് വരുന്നതെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഫിനിഷ്. ഓക്കെ, അപ്പോൾ ഇത് പേര് പറയുന്ന പോലെ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആവക്കാഡോ ബട്ടർ, മാംഗോ ബട്ടർ ആൻഡ് ഹൈലറോണിക് ആസിഡ്. അപ്പോൾ ഇതെല്ലാം തന്നെ കുറച്ച് എന്താ പറയുക, ഹൈഡ്രേഷൻ തരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ പ്രോമിസ് ചെയ്യുന്ന കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സ്മച്ച് പ്രൂഫ് ആയിരിക്കും, വാട്ടർ പ്രൂഫ് ആയിരിക്കും, ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, 16 hour 24 hour എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോമിസസ് കുറേ കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്തൊക്കെയാണ് പറയണമെന്ന് വെച്ചാൽ, നാച്ചുറൽ ഹൈഡ്രേറ്റഡ് ഡ്യൂയി ഫിനിഷ്, ലൈറ്റ് വെയ്റ്റ് ആൻഡ് സെക്കൻഡ് സ്കിൻ ഫീൽ, അൾട്രാ ക്രീമി ലക്സറിയസ് ടെക്സ്ചർ, ലോക്സ് ഇൻ മോയ്സ്ചർ, all day comfortable wear, natural to high buildable coverage, blurs imperfections, പെർഫെക്റ്റ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. ഇനി ഇതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് നമുക്ക് 21 ഷെയ്ഡ് വരെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ഇന്ത്യൻ ബ്രാൻഡിന് ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ഷെയ്ഡ്സ്
അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ 30-50 ഷെയ്ഡ്സ് ഒക്കെ വരുന്ന ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ബ്രാൻഡ്സ് വരുമ്പോഴത്തേക്കും ഷെയ്ഡ്സ് ഭയങ്കര കുറവാണ്. മാത്രമല്ല നമുക്ക് ഇൻ്റർനാഷണൽ ബ്രാൻഡിലോട്ട് പോകുമ്പോൾ അതെല്ലാം ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരണമെന്നില്ല. പക്ഷേ ഈ ഒരു ബ്രാൻഡ് ഇന്ത്യൻ സ്കിൻ ടോൺ, അതായത് ഇന്ത്യൻസിന് മാത്രം ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന രീതിയിലാണ് ഈ ഒരു ഹോൾ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ സ്കിൻ ടോൺസ് എടുത്തു കഴിഞ്ഞാൽ ലൈറ്റ്, മീഡിയം, ടാൻ, ഡീപ്പ്, ഇങ്ങനെ 4 സ്കിൻ ടോൺസ് ആണ് വരുന്നത്. അതിൽ തന്നെ അവർ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് PYN എന്നൊക്കെ. P എന്ന് പറയുന്നത് പിങ്ക്, കൂൾ ടോൺസിൽ വരുന്നതാണ്. Y യെല്ലോ, വാം ടോൺസിൽ വരുന്നതാണ്. N എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ സ്കിൻ ടോൺ, അണ്ടർ ടോൺ ഇതൊക്കെ നോക്കിയിട്ട് ഫൗണ്ടേഷൻ എടുക്കണമെന്ന് പറയണം. അത് ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ, ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം. അണ്ടർ ടോൺ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫൗണ്ടേഷൻ പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രൽസിൽ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ന്യൂട്രൽസിൽ ഏത്, ഇപ്പോൾ സ്കിൻ ടോൺ മീഡിയം ഒരു റേഞ്ചാണ് പറഞ്ഞെങ്കിൽ മീഡിയത്തിൽ ഏത്, മീഡിയത്തിൽ ന്യൂട്രലിൽ ഏത്, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇപ്പം എൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെത് ന്യൂട്രലാണ്. അതായത് യെല്ലോ, പിങ്ക് അങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ന്യൂട്രലാണ് ഞാൻ പോകുന്നത്. പിന്നെ സ്കിൻ ടോണ് വരുന്നത് മീഡിയത്തിലാണ്, ലൈറ്റ് അല്ല മീഡിയത്തിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ മീഡിയത്തിൽ ന്യൂട്രൽ ഷെയ്ഡ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ ഇപ്പം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീഡിയത്തിൽ 125Y, 130Y, 135N, 140P, 145N 2 ന്യൂട്രൽ ഷെയ്ഡ്സ് ആണ് വരുന്നത്. 135N-ഉം 145N-ഉം. അപ്പം എനിക്കത് സെലക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. 135N മീഡിയം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലൈറ്റർ ഷെയ്ഡാണ്. 145N എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ചാർട്ട് കൊടുത്തേക്കാം. 145N എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാണ്. അപ്പം എൻ്റെ ഇതിലോട്ട് നോക്കുമ്പോഴത്തേക്കും 135N ആയിരിക്കും എനിക്ക് മാച്ച് എന്നുള്ള രീതിയിലാണ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് എത്രത്തോളം മാച്ച് ആവുന്നുണ്ടെന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫൗണ്ടേഷൻസ് സെലക്ട് ചെയ്യാനും നല്ല രീതിയിൽ അവർ ചാർട്ടും കൂടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ കളർ കറക്റ്ററോ കൺസീലറോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. എനിക്ക് കറക്റ്റ് ഫിനിഷ് എങ്ങനെയുണ്ട്, ഇത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ഫിനിഷ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ലിപ് ബാം മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് നോക്കിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെള്ളം പോലെ ഇറങ്ങി വരുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നിട്ടേ ഉള്ളൂ. ഇതൊരു ഒറ്റ പമ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇത് മതിയാവും ഫേസ് ഫുള്ളായിട്ട്, ഇത് കൂടുതല. ഓക്കെ, ഞാനൊരു ഫ്ലാറ്റ് ഫൗണ്ടേഷൻ ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഓൾമോസ്റ്റ് എനിക്ക് മാച്ച് ചെയ്യുന്ന ഷെയ്ഡാണ്. കാര്യം അപ്ലൈ ചെയ്യുന്ന പോലെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കണ്ട ചെറിയൊരു ബ്രൈറ്റ്നസ് വരുന്നില്ല. ഇനി കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കിട്ടും. അപ്പം ഇന്ത്യൻ സ്കിൻ ടോൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ വാം, അതായത് യെല്ലോ ടിൻറ്റ് കൂടുതലായിരിക്കും ഇന്ത്യൻ സ്കിൻ ടോൺസിന്. അപ്പം നിങ്ങൾ ആ രീതിയിൽ നോക്കി എടുത്താലും മതി. ന്യൂട്രലിൽ നിൽക്കുകയാണെങ്കിൽ കുറച്ച് എന്താ ഗുണം എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ഇടയിലാണ് നിൽക്കുന്നത്, അതായത് കൂളിൻ്റെയും വാമിൻ്റെയും ഇടയിലാണ് നിൽക്കുന്നത്. അപ്പം പെട്ടെന്ന് അത് അങ്ങനെ ഭയങ്കര ബോറാവത്തില്ല, അതാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ചില വാം യെല്ലോ സ്കിൻ ടോണിൽ വരുന്ന സാധനങ്ങൾ മഞ്ഞിച്ചിരിക്കും. ചില മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ മഞ്ഞായിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ ഒരു ഡെൻസ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രോഡക്റ്റ് വേസ്റ്റേജ് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കുരുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രമാത്രം ഇത്രയും ഫൗണ്ടേഷൻ ബ്ലെൻഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഞാനൊന്ന് ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്ത് എൻ്റെ കവറേജ് കൂട്ടാം. ഇതൊരു ഷിയർ ടു മീഡിയം കവറേജ് ആണ്, ബിൽഡബിൾ ആണ്, നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ്. ഇവിടെ ഇച്ചിരി കൂടുതലായിരുന്നു, ഇവിടെ ഇച്ചിരി കുറവായിരുന്നു. അപ്പം ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഫിനിഷ് എങ്ങനെയാണ്. ഇവിടെ കുറച്ചും കൂടെ വേണ്ടി വരും, കാര്യം രണ്ടിനും ഫിനിഷിങ് ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഞാൻ കുറച്ച് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട്. കാര്യം ബ്രഷ് ഈ ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് പ്രോഡക്റ്റ് കുറച്ചധികം എടുക്കും. കൈവച്ചായിരുന്നെങ്കിൽ അത്രയും പോകത്തില്ലായിരുന്നു. ഇത് കുറച്ചും കൂടെ വേണ്ടി വരും. സോ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ ഉണ്ടോ, ഇത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് വരുന്ന ഒരു ഗ്ലോ ആണ്, ഒരു സ്കിൻ ലൈക്ക് ലുക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് ഫീച്ചേഴ്സ്, അതിൽ ഓരോ ഫീച്ചറാണ് സ്കിൻ ലൈക്ക് ലുക്ക് എന്ന് പറയുന്നത്, സെക്കൻഡ് സ്കിൻ എന്ന് പറയുന്നത്. അത് ഡെഫിനറ്റ്ലി ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. ഈ ഒരു ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ഇസ്
അമേസിങ്. അതായത് നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ ലൈക്ക് ലുക്ക് ഈ ഒരു ഫൗണ്ടേഷനിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡെയിലി വെയർ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫൗണ്ടേഷനാണ്. സീ ദാറ്റ് ഗ്ലോ. അയ്യോ, ഒന്നും പറയാനില്ല. ഇതുപോലെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് സ്മാഷ് ബോക്സ് എന്ന് പറയുന്നത്. സ്മാഷ് ബോക്സിലും ഉണ്ട് ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ. അത്രയും ഗ്ലോ അതിൽ വരില്ല. ഇതുപോലത്തെ ഒരു ഗ്ലോ സ്മാഷ് ബോക്സിലെ ഫൗണ്ടേഷന് വരില്ല. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷനിൽ സൂപ്പർ 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 കെ ഊപ്പർ അങ്ങനെ കണ്ടല്ലേ ശില്പ ഷെട്ടി പറയാറ്. ഇനി ഇംപെർഫെക്ഷൻസ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റായിട്ട് ബ്ലർ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ആ ഫൗണ്ടേഷനിൽ പറഞ്ഞിരിക്കുന്ന ഫീച്ചർ എന്ന് പറയുന്നതും. ഇംപെർഫെക്ഷൻസ് കവർ ചെയ്യുന്നുണ്ട്, ലൈറ്റ് വെയ്റ്റ് ആണ്, സെക്കൻഡ് സ്കിൻ ലൈക്ക് ആണ്, ഡെയിലി വെയർ ആണ്, പിന്നെന്താ കംഫർട്ടബിൾ ആണ്, ബിൽഡബിൾ കവറേജ് ആണ്, ലക്സുറിയസ് അൾട്രാ ക്രീമി ടെക്സ്ചർ ആണ്. എല്ലാം അവർ പറഞ്ഞിരിക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം തന്നെ മാച്ച് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒന്നും തന്നെ നോ അല്ല എന്ന് പറയാനായിട്ട് ഇല്ല. ഓക്കെ, ഞാനിനി ഈ സൈഡും കൂടെ കവർ ചെയ്ത് ഫുൾ ഫിനിഷ് ചെയ്തിട്ട് ഈ ലുക്ക് കാണിച്ചു തരാം. കൺസീലറൊന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഫൗണ്ടേഷൻ ആൻഡ് ബാക്കി കാര്യങ്ങൾ. ഓക്കെ, സോ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 hour ആയിട്ടുണ്ടാവും. 1 hour കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫേസിൻ്റെ ആ ഒരു ഫിനിഷിങ് ഇങ്ങനെയാണ് വരുന്നത്. ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ പൗഡർ അപ്ലൈ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഞാൻ ഹൈലൈറ്റർ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ആ ഫൗണ്ടേഷൻ്റെ ഗ്ലോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബേസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഞാൻ ബ്ലഷ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ബേസിലില്ല. ഫൗണ്ടേഷൻ, ജസ്റ്റ് ക്രീം ബ്ലഷ്, ദാറ്റ്സ് ഇറ്റ്. ക്രീം ബ്ലഷും അത് ഈ ഷൈനി ആയിട്ടുള്ള ക്രീം ബ്ലഷ് അല്ല, വളരെ മാറ്റ് ഫിനിഷിലുള്ള ഒരു ക്രീം ബ്ലഷാണ് അപ്ലൈ ചെയ്തത്. വളരെ ലൈറ്റായിട്ട് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ഫിനിഷിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ട്രൈ ചെയ്ത് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ അതിന് ഉണ്ട്. ആ ഒരു പ്രോഡക്റ്റിന് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് 1300 ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കണ്ണും പൂട്ടി വാങ്ങിക്കാം. ഇത് ഒരുപാട് ഷെയ്ഡ് റേഞ്ച് കാര്യങ്ങളോട് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോൺ നോക്കി അണ്ടർടോൺ നോക്കി നല്ലൊരു ഷെയ്ഡ് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. എനിക്കറിയാം അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതല്ല, കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ്. എന്നാലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഈ ഒരു ഫിനിഷ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ഒരു റിവ്യൂ ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട്. See you in the next video. Bye.